പീതാംബരങ്കരവിരാജിതശങ്കചക്രകൗമോദഗീസരതിജങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദിഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതാസ്വാദനത്തിൽ നമ്മൾ ഉദ്ധവന് ഭഗവാൻ 24 ഗുരുക്കന്മാർ ഉദാഹരണമായി പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയൊക്കെ ഈ ലോകത്തിൽ എന്ത് കണ്ടാലും ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സെത്തിക്കാം. എന്ത് കണ്ടാലും ഉദാഹരണമായിട്ട് 24 കാര്യത്രേ ഉള്ളൂ. ആ 24 ഉള്ളൂ എന്ന് പാടുള്ളൂ എന്ന് അർത്ഥമില്ല. അപ്പം എങ്ങനെയൊക്കെയാണ് പറഞ്ഞു വെച്ചത്? ഭൂമിയിൽ നിന്ന് ക്ഷമ പഠിച്ചു, വായുവിൽ നിന്ന് ഒന്നിനോടും ബന്ധമില്ലായ്മ പഠിച്ചു, ആകാശം അത് ജീവാത്മാവ് പരമാത്മാവ് ആ ശരീരമാണ് ഇതിനടിസ്ഥാനം എന്ന് പഠിച്ചു, വെള്ളത്തിൽ നിന്ന് എല്ലാവർക്കും ഉത്സാഹമേ കൊടുക്കാവൂ എന്ന് പഠിച്ചു, അഗ്നിയിൽ നിന്ന് പല രൂപങ്ങളാണ് പക്ഷേ അഗ്നി ഒന്നേ ഉള്ളൂ എന്ന് പഠിച്ചു, ചന്ദ്രനിൽ നിന്ന് കലകൾക്ക് മാത്രമാണ് വൃദ്ധിക്ഷയങ്ങൾ, ചന്ദ്രന് വലുതാവലും ചെറുതാവലും ഇല്ല എന്ന് പഠിച്ചു, സൂര്യൻ ഒന്നേ ഉള്ളൂ, സൂര്യന് ഇളക്കമില്ല, വെള്ളത്തിൽ കാണുന്ന നിഴലാണ് ഇളങ്ങുന്നത്, അതുപോലെയാണ് പരമാത്മാവ് ഇളകുന്നില്ല, ശിവാത്മാവാണ് എന്ന് പഠിച്ചു, വണ്ടിൽ നിന്ന് ഗന്ധത്തിൽ മുഴുകി അപകടം വരുത്തി വയ്ക്കരുത് എന്ന് പഠിച്ചു, മാനിൽ നിന്ന് സംഗീതത്തിൽ ഭ്രമിച്ച് അപകടം ഉണ്ടാക്കരുത്, ഈശ്വര വചനങ്ങളോ കീർത്തനങ്ങളോ വാക്കുകളോ ആണ് കേൾക്കേണ്ടത്. ഇനി മത്സ്യം, അടുത്തത് മത്സ്യം ആണ് ഗുരുനാഥൻ. എന്താണ് മത്സ്യത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുക? മത്സ്യത്തിനെ പിടിക്കുന്ന ആളുകൾ ഒരു ചൂണ്ട കയ്യിൽ പിടിച്ച്, ആ ചൂണ്ട എന്നാണ് ഓരോ ദിക്കിലും ഓരോ പേര് പറയും. കൊക്കിയതിനെ കൊണ്ടാണല്ലോ കൊക്കി കുടുക്കി അതിനെ പിടിക്കുന്നത്. മത്സ്യത്തിന് ഇഷ്ടമുള്ള ഒരു ആഹാര വസ്തു തൂക്കിയിടും അതിൽ. അത് കൊത്താൻ വേണ്ടി വരുമ്പോൾ ഈ ചൂണ്ട വലിച്ചാൽ ആ മത്സ്യം അതിൽ കുടുങ്ങി നശിക്കുന്നു. ഇതുപോലെ ഭക്ഷണത്തിലുള്ള ഭ്രമം നമ്മളെ അപകടപ്പെടുത്താൻ പാടില്ല. ഏത് ഭക്ഷണത്തിനോടും നമുക്ക് അമിതാസക്തി പാടില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഷുഗർ വന്നു, ഉപേക്ഷിക്കാൻ വിഷമമുണ്ടാവില്ല. മധുരം കൂട്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അയ്യോ വലിയൊരു കഷ്ടമാണ് ഈശ്വര എന്നൊന്നും തോന്നില്ല. നേരെ മറിച്ച് മധുരത്തിനോട് അത്യാസക്തി ഉണ്ടെങ്കിലും അയ്യോ എൻ്റെ ജീവിതം പോയിട്ടോ, ഉള്ള കാലം മുതൽ പായസവും പറ്റില്ല, ചായയിൽ മധുരവും പറ്റില്ല, ലഡുവും മധുരപലഹാരം കൂടി, എന്ത് ജീവിതം! അങ്ങനെ എന്താ പാതില്ലെങ്കിൽ ജീവിച്ചൂടെ? അതില്ലെങ്കിലും ജീവിക്കാം. അത് ആദ്യം മുതൽ തന്നെ ഒരു പ്രത്യേക രസം, ഷഡ് രസങ്ങൾ എന്ന് പറയുക. കയ്പ്പ്, ചവർപ്പ്, പുളിപ്പ്, മധുരം, ഉപ്പ്, ഈ രസങ്ങളിൽ ഒന്നിനോടും അമിതാസക്തി പാടില്ല. എനിക്ക് കുറച്ച് മധുരം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ കേട്ടോ, ഈ ഉപ്പില്ലാതെ വയ്യാട്ടോ, ഇതൊന്നും പാടില്ല. ഉപ്പില്ലെങ്കിൽ കഴിയണമെങ്കിൽ അങ്ങനെയും കഴിയണം, മധുരമില്ലെങ്കിൽ കഴിയണമെങ്കിൽ അങ്ങനെയും കഴിയണം, കുഴപ്പമില്ലെങ്കിൽ ഇതൊക്കെ ആവാം, പ്രശ്നമില്ല. പക്ഷെ എല്ലാറ്റിനോടും നമ്മൾ അമിതാസക്തി പാടില്ല. ഭക്ഷണത്തിൽ ഒരു ആസക്തി പാടില്ല. ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഈ ആസക്തി മനുഷ്യന് മാത്രമേ തരുള്ളൂ. മറ്റുള്ളതിനൊക്കെ ജീവൻ കിടക്കാൻ വേണ്ടിയിട്ടാണ് അവർ കഴിക്കണതെന്നാണ്. അല്ലാണ്ട് അവർക്ക് ഭക്ഷണം എന്നൊരു പ്രധാന വിഷയമായിട്ടോ ആസ്വദിച്ചിട്ടൊന്നും കഴിക്കുന്നില്ല എന്നാണ് അധികം ആളുകൾ, ജീവികളും. സിംഹമൊക്കെ ചിലപ്പോൾ ചോരയൊക്കെ അങ്ങനെ കഴിക്കുന്നുണ്ടോ ഉണ്ടാവില്ല, ചിലപ്പോൾ ഒക്കെ ഉണ്ടാവാം. പക്ഷെ അധികവും അവർക്ക് ശരീരം നിലനിർത്താനാണ് ആഹാരം, നാവുകൊണ്ട് രസിക്കാനല്ല. നമുക്കോ നേരെ തിരിച്ചാ. എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കണം? ഈ 64 കൂട്ടം വിഭവങ്ങളുണ്ട്. ആറന്മുള സദ്യ എന്നൊക്കെ നമ്മൾ കേമായിട്ട് പറയും. എനിക്കത് കേൾക്കുമ്പോൾ ശരിയാണ് വരിക. ഈ 64 വിഭവങ്ങൾ എവിടെ വിളമ്പുക? 64 വിഭവങ്ങൾ വിളമ്പാൻ പറ്റണമില്ല, കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ എത്ര പാടാണ്. ചിലർ പറയും ഇയാളൊരു മുരടനാണ്, നമ്മുടെ സംസ്കാരത്തെ രസമായിട്ടൊരു സംഭവമാണ്
ആറന്മുള സദ്യ എന്ന് കേട്ടാൽ എനിക്ക് പുച്ഛമാണ്. ഭഗവാനോടോ അല്ലെങ്കിൽ അതൊന്നുമില്ല കേട്ടോ. ഒരു നേദ്യച്ചോറും കടുമാങ്ങിയും പോരെ നമുക്ക് ഉണ്ണാൻ. ഭഗവാന്റെ നേദ്യം കഴിച്ചുകൂടെ? അയ്യോ, ഇയാൾ എന്തൊരു മനുഷ്യനാണ്. അങ്ങനെയല്ല. ഈ 64 വിഭവങ്ങളൊക്കെ ശരിക്കും എന്തിനാണെന്ന് ആലോചിച്ചു. ആവശ്യമുണ്ടോ മനുഷ്യന്? വിട്ടിത്തരം. അപ്പം അങ്ങനെ രസങ്ങളുടെ പിന്നാലെയും ഭക്ഷണ ആസ്വാദനത്തിൻ്റെ പിന്നാലെയും നമ്മൾ പോകുമ്പോൾ പല അപകടങ്ങളും അതുകൊണ്ട് വരുന്നു. ഏതെങ്കിലും ഒരു രസത്തിൽ നമുക്ക് അമിതാസക്തി ഉണ്ടായാൽ അത് വേണമെന്ന് തോന്നും, അതിനു വേണ്ടി ശ്രമിക്കും. അതില്ലെങ്കിൽ ദുഃഖമായി, ടെൻഷനായി, അമിതം കഴിക്കുന്നതായിട്ട് രോഗസാധ്യതയായി. പഞ്ചസാരയൊക്കെ അധികമാകുമ്പോഴാണ് അടിഞ്ഞു കൂടുന്നത് എന്നാണ്. ഇന്നത്തെ കാലത്ത് ശരീരാധ്വാനം പൊതുവേ കുറവാണ് പണ്ടത്തേക്കാട്ടിലും. പണ്ടത്ര തന്നെ ശരീരാധ്വാനം ഇന്നില്ല. അപ്പോൾ വേഗം ഇത് അടിഞ്ഞു കൂടും. മറ്റത് കഴിക്കണോടുകൂടി അങ്ങനെ പൊക്കോളും അത്. അപ്പോൾ അപകടമില്ല. അപ്പോൾ നമ്മൾ ലേശമൊക്കെ ഒന്ന് കുറയ്ക്കേണ്ട കാലം ശരിക്കും ഇപ്പോഴാണ് പണ്ടത്തേക്കാളും. നമ്മുടെ കഴിച്ചാലും കുഴപ്പമില്ല. പണ്ട് അതിനുള്ള അധ്വാനം നമുക്കുണ്ടായിരുന്നു. നടത്തായിട്ടും വേറൊന്നായിട്ടും എല്ലാ കാര്യങ്ങളും നമ്മൾ ശാരീരിക അധ്വാനം കൊണ്ടാണ് ചെയ്യുന്നത്. അരി അരക്കലായിട്ട്, തുണി തിരുമ്പുന്നതായിട്ട്, വെള്ളം കോരുന്നതായിട്ട്, ഈ വക വ്യായാമങ്ങൾ ഇരിക്കെ കുറച്ച് ഭക്ഷണം കഴിച്ചതുകൊണ്ട് ഇതൊന്നും അബദ്ധമില്ല. അപ്പലേശം സദ്യയിലും പ്രശ്നം വരില്ല നമുക്ക്. ഇന്നതൊന്നും ഉണ്ടോ? എല്ലാറ്റിനെയും യന്ത്രങ്ങളായി ഇല്ലേ? കാലം മാറി. നമ്മൾ പറഞ്ഞിട്ടോ കുറ്റം കൊണ്ടോ കാര്യമില്ല. പക്ഷേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണം നിയന്ത്രിക്കണം. ഭക്ഷണം വേഗം ദഹിക്കുന്നത്, അടിഞ്ഞുകൂടാത്തത്. ഇപ്പോൾ ഉദാഹരണം ഓട്സ് കലക്കി കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് വേണ്ടത് കിട്ടും ചെയ്യും. എത്രയാതെന്ന് അടിഞ്ഞു കൂടലില്ല. അപ്പം അങ്ങനെ നമ്മുടെ ആഹാരക്രമം നമ്മൾ നിയന്ത്രിക്കണം. കാലത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ. അടിഞ്ഞുകൂടാതെ എന്നാൽ ശരീരം നിലനിൽക്കും വേണം. അമിത ആസക്തി ഒരു രസത്തിനോടോ വിഭവത്തോടോ പാടില്ല. മത്സ്യത്തെ പോലെ നശിക്കരുത്. മത്സ്യത്തിൽ നിന്നൊരു ഡോണ്ടാണ് പഠിക്കേണ്ടത്, പ്ലസ് അല്ല. അടുത്തത് പിങ്കള എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ. എന്താണ് അവൾ പഠിപ്പിച്ചത്? അവൾ തൻ്റെ ശരീരം വിറ്റ് സ്ത്രീകൾക്ക് ഏറ്റവും നികൃഷ്ടമായ പ്രവൃത്തിയിൽ കൂടെ ധനം സമ്പാദിച്ചു. ധനം സമ്പാദിക്കലാണ് അവളെ ഇതിലേക്ക് പ്രേരിപ്പിച്ച ഘടകം. വേറൊന്നുമല്ല. ധാരാളം പൈസ ഉണ്ടാക്കണം, ശരീരം കൊടുത്തിട്ടായാലും വേണ്ടില്ല. അനവധി പരപുരുഷന്മാർ വന്നു, അവളെ പ്രാപിച്ച് പൈസ കൊടുത്തു. അവൾ പണക്കാരിയായി. ഒരു ദിവസം അവൾ എതിർച്ച കണ്ണാടി നോക്കുകയോ എന്തോ ചെയ്തപ്പോൾ തല നരച്ചതായിട്ടോ മുഖം ചുളിഞ്ഞതായിട്ടോ ശ്രദ്ധയപ്പെട്ടു. അയ്യോ, തൻ്റെ പ്രകൃതം മാറി, ഇനി തന്നെ എല്ലാവർക്കും വേണ്ടി വന്നില്ലെങ്കിലോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമോ 2 ദിവസമോ ആരും വരാതെ ഇരുന്നു. അപ്പോൾ അവൾ വിചാരിച്ചു, ഈ വാർദ്ധക്യം കൊണ്ടാവുമോ ക്രമേണ തന്നെ വെറുത്തിട്ടുണ്ടാവുക? അങ്ങനെയാണെങ്കിൽ ഈ യൗവനം എത്ര നിസ്സാരമാണ്. ആ സ്ത്രീകൾക്ക് നിഷിദ്ധമായിട്ടുള്ള പ്രവൃത്തി ചെയ്ത് ഞാൻ ധനം സമ്പാദിച്ചത് എത്ര നികൃഷ്ടമായി പോയി. സ്ത്രീകൾക്ക് തന്നെ ഞാനൊരു കളങ്കമായി തീർന്നല്ലോ എന്ന് അവൾ ദുഃഖിച്ചു. അന്ന് ധനാശ ഉപേക്ഷിച്ചു. പിന്നെ പരപുരുഷന്മാരെ അവൾ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇനി പരമപുരുഷനെ മാത്രമേ ആശ്രയിക്കൂ. പരപുരുഷനെ ആശ്രയിക്കില്ല, പരമപുരുഷൻ. ഒരക്ഷരത്തിൻ്റെ മാറ്റേയുള്ളൂ. സംഗതി എവിടെ എത്തി? ഇനി എനിക്ക് ആശ്രയം പരമപുരുഷൻ മാത്രമാണ്. ഭഗവാൻ അവൾക്ക് മോക്ഷം കൊടുത്തു. ഇത്ര കാലം ചീത്തയാണ് ചെയ്ത് നരകാറ്റ് ഉപയോഗിക്കട്ടെ, അത് ഭഗവാൻ വിചാരിക്കില്ല. നന്നായില്ലേ, കഴിഞ്ഞതൊക്കെ പോയി. ഭഗവാൻ അത്രയേ ഉള്ളൂ. നമ്മളെപ്പോലെ ഇത് മനസ്സിൽ വയ്ക്കുന്നില്ല. അവളോ ഇന്നലെ വരെ അങ്ങനെയാണ് കഴിഞ്ഞത്, ഇപ്പം നന്നായിട്ട് വേദവാക്യം പറയണു, അശ്രീകരം എന്നൊക്കെ നമ്മളാച്ചാൽ പറയും ഇല്ലേ. പക്ഷെ ഭഗവാൻ അത് കീഴ്ക്കട കാര്യങ്ങൾ നോക്കലില്ല എന്നാണ്. അതാണ് അത്ര ശാസ്ത്രം. കൃതകാര്യം ന ചിന്തയെ, കഴിഞ്ഞത് ചിന്തിച്ചുകൂടാ. ഇപ്പം അങ്ങടെ എന്താണെന്ന് മാത്രമേ ചിന്തിക്കുക. ഇപ്പോൾ നന്നായില്ലേ മതി, എന്തിന് കീഴ്ക്കട നമ്മൾ നോക്കണം. അപ്പം ആഗ്രഹമാണ് എന്നെ ഈ ഒരു ദുഃഖത്തിലേക്ക് എത്തിച്ചത്, ഈ ഒരു തെറ്റിലേക്ക് വീഴാൻ എന്നെ പ്രേരിപ്പിച്ചത്. അപ്പം അവളുടെ വാക്യം ഇവിടെ പറയണം, ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം യഥാ സഞ്ചിന്യ കാന്താശാം സുഖം സുഷ്വാവ പിങ്കള. ആശയാണ് എല്ലാറ്റിനും ദുഃഖത്തിനുള്ള കാരണം.
ഇപ്രകാരം ചിന്തിച്ച കാന്താശ ഇനി മറ്റൊരു പുരുഷനെ സ്വീകരിക്കുന്നതായ ആഗ്രഹം അവൾ ഉപേക്ഷിച്ചു. അങ്ങനെ അവൾക്ക് അന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞു. സുഖം സുഷ്വാപ പിങ്കള. ആരെങ്കിലും വരുമോ, ധനം തരുമോ എന്ന ചിന്ത മനസ്സിലില്ലാത്തത് കൊണ്ട്. മറ്റേതായിരുന്നു, ഉറങ്ങാൻ പറ്റില്ല. ആരാണോ വരെന്തെന്ന് വരാഞ്ഞ്, ആരെങ്കിലും വരേണ്ടതായിരുന്നല്ലോ. പ്രകാരമുള്ള ചിന്തകളൊക്കെ പോയിട്ട് സുഖം സുഷ്വാപ പിങ്കള. യാതൊരു ആഗ്രഹവും ഇല്ലാതെ എല്ലാം മനസ്സ് വിട്ട് ഉറങ്ങാൻ കഴിഞ്ഞു. അതുകൊണ്ട് ആഗ്രഹമാണ് ദുഃഖ കാരണം എന്ന് പിങ്കള പഠിപ്പിച്ചു. മത്സ്യം ആഹാരഭ്രമം കുറയ്ക്കാനും പിങ്കള ധനഭ്രമം കുറയ്ക്കാനും പഠിപ്പിച്ചു. കുരരപ്പക്ഷിയോ, ഒരു കുരരപ്പക്ഷിയുടെ കൊക്കിലുള്ള മാംസത്തെ ആഗ്രഹിച്ച് ഒരുപാട് പക്ഷികൾ കലഹത്തിൽ ഗംഭീര കോലാഹലം കൂട്ടി. അപ്പം ഈ കുരരപ്പക്ഷി ഇതിനെ ഉപേക്ഷിച്ചു. ആ മാംസകഷ്ണത്തിനെ ഉപേക്ഷിച്ചപ്പോൾ സ്വസ്ഥത ഉണ്ടായി. പിന്നെ മറ്റു പക്ഷികൾ തമ്മിലായി കലഹം. ഇതിൽ നിന്നും കുറേ വസ്തുക്കൾ കയ്യിൽ ശേഖരിച്ച് വയ്ക്കുന്നത് നമുക്ക് സമാധാനമല്ല തരിക. കഴിഞ്ഞുകൂടാൻ വേണ്ടത് എന്താ വെച്ചാൽ വേണം എന്നല്ലാണ്ട് ഒരുപാട് കാറ്, ഒരുപാട് ബംഗ്ലാവ്, ഒരുപാട് എസ്റ്റേറ്റ്, ചില കമ്പനികളും വലിയ പൈസയൊക്കെ വരുമ്പോൾ കുറേ കാറുണ്ടാവും. ഏതോ ഒരു കമ്പനി ചെന്നപ്പോൾ അവരുടെ ഒരു ഭാഗത്ത് പാരായണമൊക്കെ വീട്ടിൽ വെച്ച് നടത്തിയപ്പോൾ അവിടെ 15 കാറോ മറ്റുണ്ട്. ഈ കാറുകളിൽ മുഴുവൻ അവസാനത്തെ നമ്പർ ഒരു ഡിജിറ്റ് ഒഴികെ ബാക്കിയൊക്കെ ഒരേ നമ്പറാണ്. ഒരു ഡിജിറ്റ് എങ്ങനെ മാറും? ഒരേ നമ്പറിൽ വേറെ വാഹനം ഉണ്ടാവില്ലല്ലോ. ബാക്കിയൊക്കെ ഒരേ നമ്പറാണ്. അങ്ങനെ 1 2 3 4 ലാസ്റ്റ് ഡിജിറ്റ്. അപ്പോൾ ഇത്രയും നമ്മൾ ചോദിക്കുന്ന നമ്പർ കിട്ടാനടക്കം പൈസ കൊടുക്കണമെന്നോ ചിലവുണ്ട് അത്രേ. അപ്പം ഇതിനെ മുഴുവനെ പാലിക്കണമെങ്കിൽ എത്ര സംഘർഷം ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടി വയ്ക്കുമ്പോൾ, എന്തെന്നായാലും കൂട്ടി വയ്ക്കുമ്പോൾ അത് നമ്മുടെ കാലശേഷം മാർക്ക് പോവും. ഒരാൾക്ക് അധികം കൊടുത്താൽ മറ്റേ ആൾക്ക് ഇഷ്ടാവില്ല. അങ്ങനെയുള്ള വളരെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഭർത്തവ്യയോഗ, ഒരുപാട് ഭരിക്കേണ്ട വസ്തുക്കൾ നമ്മുടെ കയ്യിലിങ്ങനെ കൂട്ടി കൊണ്ടുവരും സമാധാനക്കേട് വരും. അതായത് പഴയ കാലത്ത് ഒരു ചെറിയ കഥ തന്നെ പറയും. ഒരു തമാശ കഥയാണ്. ഒരു സന്യാസി എല്ലാം ഉപേക്ഷിച്ചു. പക്ഷെ ഒരു പാത്രം ഉണ്ട് കയ്യിൽ, ഭിക്ഷാപാത്രം എന്തെങ്കിലും കിട്ടിയാൽ അതിൽ വാങ്ങി കഴിക്കുക. അത് മാത്രം ഉപേക്ഷിച്ചിട്ടില്ല. എന്തെങ്കിലും വേണ്ട ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഇതുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു നദീതീരത്ത് ഇത് കുഴിച്ചിട്ടു. കാരണം വല്ലവരും കൊണ്ടുപോയാലോ, താൻ കുളിക്കാനിറങ്ങി കുളിച്ച് കയറുമ്പോഴേക്കും ആരും കൊണ്ടുവന്നില്ല. അപ്പോൾ ഈ പാത്രം എന്നാലും ഒരു രക്ഷ ആയിട്ടിരിക്കട്ടെ എന്നും പറഞ്ഞ മണലാണല്ലോ, അതിങ്ങനെ മാന്തി അതിൻ്റെ ഉള്ളിൽ ഈ പാത്രം മൂടി. അതിൽ ഒരാൾ ഇത് കണ്ടു. എന്തോ ഇപ്പോൾ ഇയാൾ ഈ മണലിങ്ങനെ കൂട്ടണ, പാത്രം കണ്ടില്ല, മണൽ മാത്രമേ കണ്ടുള്ളൂ. ഇത് അവിടുത്തെ എന്തെങ്കിലും ഒരു ചടങ്ങാവും എന്ന് വിചാരിച്ചിട്ട് ഒരു മണൽക്കൂന അയാളും ഉണ്ടാക്കി. ഇത് വേറൊരാൾ കണ്ടു. ഇങ്ങനെ കുറേ ആൾക്കാർ മണൽക്കൂനകൾ ഉണ്ടാക്കി കണ്ടപ്പോൾ ഇയാൾ കുളിച്ച് കയറിയപ്പോൾ കുറേ മണൽക്കൂനകൾ കണ്ടു. ഇത് ഏതാവും ഇപ്പോൾ ഇയാളുടെ പാത്രം? ഒക്കെ മാന്തി നോക്കണ്ടേ? അപ്പോൾ അയാൾ തീരുമാനിച്ചു, ഈ പാത്രവും എനിക്ക് പ്രശ്നമാണ്. ഇനി എന്ത് വേണ്ട? അതും വേണ്ട. കയ്യിൽ മേടിക്കുക, കഴിക്കുക, കൈ കഴുകുക. ഇതാരും കൊണ്ടുപോയില്ലല്ലോ, ഇതെവിടെയും സൂക്ഷിക്കാനും പ്രയാസമില്ല. പാണിപാത്രോദരാമത്രോ, കയ്യാണ് പാത്രം, വയറാണ് സൂക്ഷിക്കാനുള്ള പത്തായം. കയ്യിൽ വാങ്ങുക, വയറിൽ സൂക്ഷിക്കുക. അല്ലാതെ മറ്റ് പെട്ടിയോ പൂട്ടോ സാധനങ്ങളോ ഒന്നും നമുക്ക് സമാധാനത്തെ തരില്ല. അപ്പോൾ ഒരു ചെറിയ പാത്രം അടക്കം ഇത്ര പ്രശ്നം ഉണ്ടാക്കുമെങ്കിൽ പിന്നെ എത്രയോ പാത്രങ്ങൾ, എത്രയോ ഫർണിച്ചറുകൾ, എത്രയോ ഡ്രസ്സുകൾ, ഏതാ ഇടേണ്ടത് നിശ്ചയമുണ്ടാവില്ല. കുറേ 2 വെച്ചാൽ ഒന്ന് കഴുകിയിടുക, മറ്റത് എടുക്കുക, വല്ല പ്രശ്നമുണ്ടോ? അപ്പോൾ അമിതമായി വസ്തുക്കൾ ശേഖരിച്ച് വയ്ക്കുന്നത് സമാധാനത്തെ തരില്ല എന്ന് കുരരപ്പക്ഷി പഠിപ്പിച്ചു. ഇനി അടുത്തതായിട്ടൊരു ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടി, 1 2 വയസ്സായി ഉണ്ടാകുന്ന ഒരു അർഭകൻ എന്ന് പറയാം. അർഭകൻ. ആ കുട്ടി എന്താണ്
എന്നെ പഠിപ്പിച്ചത്? കുട്ടിയുടെ മുഖത്തുള്ളതായ നിഷ്കളങ്കത. ഒരു കുട്ടിയുടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും കുട്ടികളോട് നമുക്ക് അല്ലേ ഒരുവിധം നല്ല മനുഷ്യന്മാർക്ക് ദേഷ്യപ്പെടാൻ തോന്നില്ല. കാരണം കുട്ടി മനസ്സിൽ നമ്മളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. നിഷ്കളങ്കമായിട്ടുള്ള ഭാവം ഉള്ള കുട്ടിയെ എല്ലാവരും ഇഷ്ടപ്പെടും. അല്ലെ കുട്ടികളൊന്നും ചാടിക്കളിച്ചാൽ എല്ലാവരും നോക്കും. വലിയ ആൾക്കാർ ചാടിക്കളിച്ചാൽ എല്ലാവരും നോക്കുന്നില്ലോ. അതിൻ്റെ ഒരു കാട്ടൽ കണ്ട ദേഷ്യം വരും എന്ന് പറയും നമ്മൾ. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. പക്ഷേ കുട്ടി എന്ത് കാണിച്ചാലും അതൊരു കൗതുകമാണ് അല്ലേ. അതെല്ലാം ഉണ്ണീഷ്ണൻ്റെ ലീലകളൊക്കെ നമ്മൾ അങ്ങനെ കാണാനും പറയാനും കാരണം ഉണ്ണികൃഷ്ണൻ്റെ അല്ല, വലിയ കൃഷ്ണൻ്റെ അല്ല. അപ്പോൾ ഈ കുട്ടി എന്ന് പറയുമ്പോൾ അതിനൊരു കൗതുകം. അതിന് പ്രധാന കാരണം കുട്ടിയുടെ നിഷ്കളങ്കത. ഇതേപോലെ അമിതമായ സ്വാർത്ഥബോധമോ മറ്റൊരാളുടെ ആ ഒരു സാന്നിധ്യം നമുക്ക് ദുഃഖം ഉണ്ടാക്കും എന്ന സ്വാർത്ഥ ചിന്ത, നമ്മുടെ സുഖം മറ്റൊരാൾ മൂലം കുറയും എന്ന ചിന്ത, നമ്മുടെ സുഖം മറ്റൊരാൾക്ക് പങ്കുവെക്കേണ്ടി വരുമോ എന്ന ഭീതി, ഇതൊക്കെ നമ്മുടെ കോംപ്ലക്സുകളിൽ പെടും. ബസ്സിലിരിക്കുമ്പോൾ അടുത്തൊരാൾ ഇരുന്നാൽ നമുക്ക് അസ്വസ്ഥത തുടങ്ങി. നമ്മുടെ സീറ്റ് അയാൾ അപഹരിക്കുമോ? കാരണം വണ്ടിയിലൊക്കെ ഇപ്പോൾ 4-5 ആളുണ്ടെങ്കിൽ ഒരാൾ നീട്ട അടുത്ത ആളോട് നമുക്കൊരു നല്ല ലോകിയുണ്ട്, നേരെ ഇരുന്നോളൂ. അയാളോടുള്ള സ്നേഹം കൊണ്ടല്ല, ഇനി ഒരാൾ വന്നിരിക്കരുത്. അതാണ് നേരെ ഇരുന്നോളൂ പറഞ്ഞാൽ എന്താ, കാലിൽ ലേശം വരുത്തി കുറച്ച് അങ്ങോട്ട് ഈ ഒരാൾ ഇവിടെ വരണ്ട, ഇപ്പോൾ ഉള്ള ആൾ മതി. അതുകൊണ്ടാണ് നേരെ ഇരുന്നോളൂ. അപ്പോൾ ഒരാൾ ഇത്ര നേരം ഇരുന്നു, ഒരാളും കൂടി ഇരുന്നോട്ടെ, നമുക്ക് ലേശം ബുദ്ധിമുട്ടിയാലും ഇപ്പം നമ്മളാ നിൽക്കണമെങ്കിലോ തീരെ അങ്ങോട്ട് നീങ്ങിയിരിക്കും കേട്ടോ, ഞാനും കൂടി ഇവിടെ കൂടട്ടെ. അപ്പം അങ്ങനെ അപ്പം അതുപോലെ തന്നെയല്ലേ ഇനി ഒരാൾ വരുമ്പോൾ എന്ന് ചിന്തിക്കണില്ല. മറ്റൊരാളുടെ ആ ഇരുത്തം നമുക്ക് അസ്വസ്ഥത ജനിപ്പിക്കുമോ? യാത്രയിലുണ്ടാവുന്ന ഒരു കാര്യമാണത്. അപ്പം അതൊക്കെ സ്വാർത്ഥ ചിന്തയാണ്. അതുവരെ പൊതുവേ ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഒറ്റയ്ക്ക് ഒരു സീറ്റിൽ ഒരാളിൽ നമ്മൾ കൂടെ ഇരുന്നാൽ അയാൾ തുടങ്ങി കൈ കൊണ്ട് മുട്ടാനും നമ്മളിരുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് നടിക്കാനും. ചുരുക്കം നമുക്ക് വിണുക്കുക ഭേദം ഇയാളുടെ അടുത്ത് അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമുക്ക് ബോധ്യവും. അപ്പോൾ ഇത്തരം സ്വാർത്ഥ ചിന്തകൾ കഴിവതും ഒഴിവാക്കുക. അയാളും ഇരുന്നോട്ടെ, അയാളും പൈസ കൊടുത്ത് യാത്ര ചെയ്യല്ലേ, നേരെ ഇരുന്നോളൂ, ഞാൻ ഇവിടെ കുറച്ചും കൂടി നീങ്ങിയിരിക്കാം എന്ന് പറഞ്ഞ് സഹകരിക്കുകയല്ലേ വേണ്ടത്. അപ്പം മറ്റൊരാൾക്ക് നമ്മുടെ സുഖം ഷെയർ ചെയ്യേണ്ടി വരുമോ? നമ്മുടെ സുഖത്തിൽ കുറവ് വരുമോ? വേറെ ആൾ ദുഃഖിച്ചോട്ടെ, എന്നാലും എനിക്ക് ഒന്നും സഹിക്കാൻ വയ്യ. ഇപ്രകാരത്തിലുള്ള ചിന്ത ഒരാളെ മറ്റൊരാളിൽ നിന്ന് അകറ്റുന്നു എന്ന് ആ ചെറിയ കുട്ടി എന്നെ പഠിപ്പിച്ചു. നിഷ്കളങ്കമായിട്ട് നിശ്ചിന്തമായിട്ടിരിക്കുക, ഒന്നും ചിന്തിക്കണ്ട അധികം. മറ്റൊരാൾ നമുക്ക് ബുദ്ധിമുട്ടാവുമോ എന്ന ചിന്ത കഴിയുന്നതും മനസ്സിൽ വരുത്താണ്ടിരിക്കുക. നമ്മൾ വേറെ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെയല്ലേ മറ്റുള്ളവർ നമുക്കും എല്ലാവർക്കും ഈ സമൂഹത്തിൽ കുടുംബത്തിൽ ജീവിച്ചു പോകണം. അപ്പം ആ ഒരു നിഷ്കളങ്ക ഭാവം മറ്റുള്ളവരെയും കൂടി കൂട്ടാൻ ശ്രമിക്കുക, അകറ്റാനല്ല ശ്രമിക്കേണ്ടത്. ഇതാണ് ചെറിയ കുട്ടി പഠിപ്പിച്ചത്. ഇനി അടുത്തതാണ് കന്യക. ഒരു കന്യകയുടെ കയ്യിൽ വള ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിവാഹം ആലോചിക്കാൻ വന്നപ്പോൾ ഇവൾ നെല്ല് കുത്തിയിട്ട് ആ അരി കൊണ്ട് വേണം ഈ വന്നവർക്ക് സൽക്കാരം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, ഭക്ഷണം കൊടുക്കാം, അതിഥിയെ സ്വീകരിക്കണമല്ലോ. അപ്പോൾ ഈ നെല്ല് കുത്തുമ്പോൾ ഇവർക്ക് ഈ ശബ്ദം ഇങ്ങനെ കേൾക്കുക. അപ്പോൾ അവൾക്ക് തോന്നി, ഈശ്വര അതിപ്പോൾ അവരറിഞ്ഞാൽ മോശമാണ്, ഇപ്പം നെല്ല് കുത്തിയിട്ട് ഉണ്ടാക്കണം എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ ചിലപ്പോൾ വിവാഹാലോചന തന്നെ വേണ്ടാച്ചാലോ. അപ്പോൾ അവൾ എന്ത് ചെയ്തു, ആ വളകളൊക്കെ ഊരി വെച്ചു. കന്യയായ ഏകശേഷോ വലയ, ഒറ്റ വള മാത്രമായപ്പോഴോ ശബ്ദം നിലയ്ക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് അനാവശ്യ തർക്കങ്ങൾ, വാക്ക് പ്രയോഗങ്ങൾ ഒഴിവാക്കി സ്വസ്ഥതയും ശാന്തതയും പാലിക്കണം. 2 കൈ കൂട്ടി തച്ചാലാണ് ശബ്ദം ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പറയും. അതാണ് 2 വളകൾ കൂടുമ്പോൾ ശബ്ദം ഉണ്ടാവുക. കഴിയുന്നതും തർക്കങ്ങൾ, വാദപ്രതിവാദങ്ങൾ ഇത് ഒഴിവാക്കുക. വാദവാദാൻ തെജെത്തുന്നുണ്ട്. എത്ര വാദിച്ചാലും ഇപ്പോൾ അയാൾ നിൽക്കണ ദിക്കിൽ തന്നെ അയാൾ നിൽക്കുള്ളൂ. നമുക്കിപ്പോൾ അയാളെ മാറ്റാൻ പറ്റില്ല, അവർക്ക് നമ്മളെയും മാറ്റാൻ പറ്റില്ല. പിന്നെ വാദം കൊണ്ട് എന്ത് കാര്യം? ചിലപ്പോൾ ഉള്ള സൗഹൃദം നഷ്ടപ്പെടും, വാഗ്വാദം വളരെയധികം വർദ്ധിക്കും, ശത്രുതയുണ്ടാവും. അപ്പം അങ്ങനെ ചെന്ന് കലാശിക്കല്ലാണ്ട് ഒരിക്കലും വാഗ്വാദങ്ങൾ നല്ല ഫലം ഉളവാക്കാറില്ല. അപ്പോൾ എപ്പോൾ നമ്മുടെ അഭിപ്രായത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട് മറ്റൊരാൾ പറയുന്നുവോ അവിടെ സംഭാഷണത്തിന് വിരാമം ഇടാൻ ശ്രമിക്കുക.
നല്ലത്. ഒന്നെങ്കിലും അയാളോട് എഗ്രി ചെയ്യുക. നമുക്ക് സമ്മതം ഉണ്ടായിട്ടൊന്നും ആവണമെന്നില്ല, ശരിയാണ് ഒരു തരത്തിൽ എന്ന് പറഞ്ഞിട്ട് ഉരുട്ടി പരട്ടി അയാളോട് അങ്ങോട്ട് എഗ്രി ചെയ്യുക. അവിടെ നിന്നു കാര്യം. അല്ലേ, ഞാനേ ഇപ്പോൾ വരാട്ടോ, എനിക്ക് ലേശൊരു തിരക്കുണ്ടതാ, എന്തോ അവിടെ ഞാനൊന്ന് പോട്ടെ, ഇപ്പോൾ വരാം, അവിടെ എനിക്കൊന്നും ഇങ്ങോട്ട് പോകേണ്ടതുണ്ട്, എന്തോ അവിടെ ആരാ പറയണം നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒഴിയുക. അല്ലെങ്കിൽ എനിക്ക് അർജൻറ്റായിട്ടൊന്ന് ബാത്റൂമിൽ പോകാണ്ട്, ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് അയാൾ ഒരു വാദഗതി സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് വിരോധമായിട്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക. മറുപടി പറഞ്ഞതുകൊണ്ട് ഗുണമില്ല. കൊണ്ട് കഴിയണത് ആ മറുപടി പറയുന്നത് നമ്മുടെ ചുമതലയല്ല, അയാളെ ധരിപ്പിക്കേണ്ടതോ മാറ്റേണ്ടതോ നമ്മുടെ ചുമതലയല്ല എന്ന് ധരിച്ച് വാദവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. എത്ര നല്ല പ്രായോഗിക കാര്യ ഭാഗവതം പറഞ്ഞു തരണറിയോ. സമൂഹത്തിൽ നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഒരാളോടും നമുക്ക് ഇടയേണ്ടി വരില്ല. അതിന് വിരോധമാണെങ്കിലും അയാൾക്ക് അങ്ങനെയാണ് പറയണത് എന്നുണ്ടെങ്കിൽ മുഴുവൻ ശരിയാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിലും ഉരുട്ടിപ്പരട്ടി പറയുക, അങ്ങനെയുണ്ടല്ലോ. നോക്കണ സമയത്ത് ഒരു കാര്യം അങ്ങനെ നോക്കുമ്പോഴും ശരിയാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് സന്തോഷമായി. ശരിയാവണം അല്ലെങ്കിൽ ശരിയായിട്ടല്ല, ആവശ്യമില്ലാത്ത വാദപ്രതിവാദം ഒഴിവാക്കാനാണ്. അങ്ങനെയും നോക്കാം, അങ്ങനെയും ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു എതിർക്കൽ അവിടെ ഒഴിവാക്കുക. അതാണ് കുമാരിയുടെ കയ്യിൽ ശേഷിച്ച വള എന്നെ പഠിപ്പിച്ചത്. ഈ ശരം ഉണ്ടാക്കുന്ന ആൾ ശരകൃത്ത് എന്ന് പറയും. ഒരു രാജാവ് ഏതാനും ശരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശരം ഉണ്ടാക്കുന്ന അവന് ആജ്ഞ കൊടുത്തു, ഓർഡർ കൊടുത്തു. നാളെത്ര സമയം നമ്മളൊക്കെ 50 ശരത്തിൽ ഏതെങ്കിലും ശരം ഇത്രയും കിട്ടണം. ഇപ്പം ഇവനാണെങ്കിൽ സമയം കുറവാണ് എന്ന നിലയ്ക്ക് അതിവേഗം അതിൽ വ്യാപൃതനാണ്. അതന്നെ ഉണ്ടാക്കി 1, 2, 3, 4 രാജാവ് പറഞ്ഞ അത്രയും എണ്ണം ഒപ്പിക്കണമല്ലോ. ഈ രാജാവ് കൊട്ടും മേളവും വാദ്യഘോഷമായിട്ട് ഇവൻ്റെ വീടിൻ്റെ സമീപത്ത് കൂടെ പോയപ്പോൾ ഇവൻ ശ്രദ്ധിച്ചില്ല, കണ്ടില്ല. ചിലരൊക്കെ അത് പറഞ്ഞു കൊടുത്തു, അങ്ങേ ബഹുമാനിക്കാത്ത ഒരാളുണ്ട് കേട്ടോ ഇവിടെ. അതാരാത്? ആ ശരം ഉണ്ടാക്കണ കരുവാൻ എന്ന് പറയാം. അങ്ങേ കണ്ടിട്ട് സ്വീകരിക്കുകയോ ഓടി വരികയോ ചെയ്തില്ല എന്ന് പറഞ്ഞു. രാജാവ് അവനോട് വരാൻ പറഞ്ഞു, താനെന്തേ എന്നെ കണ്ടു നടിച്ചില്ല. അപ്പം അങ്ങ് ഉണ്ടാക്കാൻ പറഞ്ഞ ശരങ്ങൾ ഉണ്ടാക്കുന്നതിൽ വ്യാപൃതനായതുകൊണ്ട് ഞാനൊന്നും ചുറ്റുപാട് ശ്രദ്ധിച്ചില്ല. അങ്ങ് പറഞ്ഞ അത്രയും ശരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുണ്ടാക്കിയിട്ടില്ല വെച്ചാൽ അങ്ങ് എന്നെ കൊല്ലില്ലേ അല്ലെങ്കിൽ ശിക്ഷിക്കില്ലേ? അപ്പം രാജാവിന് ഇവനോട് അനുകമ്പ തോന്നി. അതിൻ്റെ പ്രതിഫലമോ എന്തൊക്കെ വെച്ചാൽ കൊടുത്ത ആ ശരം അങ്ങോട്ട് എടുത്ത് വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഏത് കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ ഉണ്ടോ അത് നല്ല പോലെ ശ്രദ്ധയുണ്ടാവണം. ചുറ്റും നടക്കുന്നത് സംഭവിക്കാനും പറയണത് കേൾക്കാനും കാതോർക്കാനും നിന്നാൽ വായിക്കുകയാണ്, അത് തന്നെ ഏകാഗ്രത ഉണ്ടാവണം. ചുറ്റും പലതും ഇടയ്ക്ക് തന്നെ കുറ്റം പറഞ്ഞു എന്നും വരും. ഇതിലൊന്നും ശ്രദ്ധിക്കരുത്. പ്രത്യേകിച്ച് പഠിക്കണ വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഈ ഒരു പാഠം. അങ്ങനെ ഏകാഗ്രത ഇല്ലാത്തവന് ഒരു പരീക്ഷ പാസ്സായി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. എന്ത് ചുറ്റും സംഭവിച്ചാലും താൻ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ ഏകാഗ്രത ഉണ്ടാവുക, അത് വിദ്യാർത്ഥിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അതാണ് ശരം ഉണ്ടാക്കുന്ന ആൾ എന്നെ പഠിപ്പിച്ചത്. ഏകാഗ്രത ഉള്ളവർക്കേ വിദ്യ ഉണ്ടാവുള്ളൂ. തന്നെ ഏകാഗ്രമായിട്ട് പഠിക്കുക. മനസ്സ് എവിടേക്കും ആത്മീയ കാര്യമാണെങ്കിലും അതേ ധ്യാനമോ ബാക്കി കാര്യങ്ങളും ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യണം. പണ്ട് പറയുന്നത് രാമനാരായണ ഊണ് നേരെയവണേന്ന് പറഞ്ഞിട്ട് രാമനാമം ജപിച്ചാൽ ഊണും നേരെയാവില്ല, നാമവും നേരെയാവില്ല. നേരെ മറിച്ച് നാമം ചെല്ലുമ്പോൾ അതിൽ ശ്രദ്ധിക്കുക, ഊണ് വയ്ക്കുമ്പോൾ അതിൽ ശ്രദ്ധിച്ചാൽ രണ്ടും നേരെയാവും ഇല്ലേ? അപ്പോൾ രണ്ടും നേരെയാവല്ലേ നമുക്ക് വേണ്ടത്? ശരം ഉണ്ടാക്കുന്ന ആളിൽ നിന്ന് ഏകാഗ്രതയാണ് പഠിച്ചത് എന്ന് പറയുകയാണ് അവധൂതൻ. ഇതിനടുത്തതായിട്ട് പാമ്പ്. സാധാരണ പാമ്പുകൾ അത് ഉണ്ടാക്കിയിട്ടുള്ള മാളങ്ങളിൽ താമസിക്കില്ല അത്രേ. പാമ്പ് വീടുണ്ടാക്കാറില്ല എന്ന്. നമ്മളെപ്പോലെ സിമെൻറ്റും കമ്പിയും വീട് പ്ലാനും ഉണ്ടാക്കേണ്ട ടെൻഷൻ പാമ്പിനില്ല. എലി, പെരിച്ചാഴി മുതലായിട്ടുള്ള മറ്റ് ജീവികൾ ഉണ്ടാക്കിയ മാളത്തിലാണ് പാമ്പ് താമസിക്കുക. അത് തന്നെ സ്ഥിരമായിട്ടൊരുത്തിയിൽ താമസിക്കില്ല എന്നാണ്. ഇന്നലെ ഇവിടെ പാമ്പിനെ കണ്ടു സൂക്ഷിച്ചോളൂ എന്ന് പറയേണ്ട ആവശ്യമില്ല അത്രേ. ഇന്നലെ കണ്ട പാമ്പ് ഇന്ന് അവിടെ ഉണ്ടാവില്ല.
അത് നമുക്ക് ആലോചിച്ചാൽ കാരണം ഇന്നലെ ഇവിടുന്നേ വന്ന് വേറൊരുത്തീനാ വന്ന്, അപ്പോൾ നാളെ വേറൊരുത്തിലേക്ക് പോകുമെന്ന് ഉറപ്പല്ലേ. സ്ഥിരമായ വാസസ്ഥാനം അധികം പാമ്പുകൾക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ പ്രസവിച്ചാൽ ലേശം ദിവസമൊക്കെ ഒരു ഭാഗത്ത് കൂടുന്നുള്ളത് കഴിഞ്ഞാൽ പോവും, അതും പോവും. ഇതേപോലെ നമ്മൾ പഠിക്കേണ്ട തത്വം വാസസ്ഥാനത്തിന് അമിത പ്രാധാന്യം കൊടുക്കണ്ട. അപ്പം അത് വലിയൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് എത്ര ചെലവ് ചെയ്തിട്ടാണ് ഓരോരുത്തർ വീട് കെട്ടണത്. അടച്ചു കിടക്കാൻ ഒരു സ്ഥലം വേണം, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണമെന്നല്ലാണ്ട് ഇല്ലേ, മുകളിൽ 4 മുറി, താഴത്ത് 4 മുറി, കാറ് കുറേ എണ്ണം, അത് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം, ഇങ്ങനെ ഭ്രമിച്ച് ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പൈസ വീടിന് വേണ്ടി കളയണ ഒരു കാഴ്ച നമുക്ക് ചുറ്റുപാട് നോക്കിയാൽ കാണാം. വാഹനങ്ങൾ ചിലപ്പോൾ ഒന്നും ആവില്ല ഉണ്ടാവും, 1, 2, 3 കാറും 2 വീലറുകളും നിരത്തി. വാസസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടതാണ്, വാസസ്ഥാനമല്ല. അപ്പോൾ ഇത്ര അധികം ടൈൽസ് ഒട്ടിച്ചിട്ടും വേറൊന്ന് ചെയ്തിട്ടും വേറൊന്ന് കാട്ടിയിട്ടും എത്ര ലക്ഷങ്ങളാണ്, കോടിക്കണക്കിന് ചിലവാക്കിയ വീടുകളുണ്ട് നമുക്ക്. കേരളത്തിലെ ഒരാൾക്ക് രമ്യകർമ്മ്യങ്ങൾ പണിത് ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പണം അതിനു വേണ്ടി ചിലവാക്കുന്നതിന് പകരം ചെറുതായിട്ടൊരു വീടുണ്ടാക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക. മുകളിലുണ്ടാക്കിയിട്ട് വെച്ചാൽ അവിടേക്ക് കയറണ്ടല്ലോ, അപ്പോൾ അത് കയറി നേരെയാക്കണ്ടേ? ആലോചിച്ച് നോക്കൂ. താഴത്തുള്ളത് തന്നെ നേരെയാക്കാൻ വയ്ക്കുണ്ടാവില്ല പലർക്കും. കൊണ്ട് നടത്താൻ എനിക്ക് വയ്യാട്ടോ, അടിച്ചു വാരിയിട്ടും നേരാക്കിയിട്ടും തുടച്ചിട്ടും അത് മുകളിൽ കയറണമെങ്കിലോ വീണ്ടും പണിയായി. അപ്പോൾ ഭവന നിർമ്മാണം കഴിയുന്നത്ര സരളമാക്കുക. കുറേ കെട്ടിക്കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു അനുഭവം, ഒരു വീട്ടിൽ 9 റൂമുണ്ടാക്കി. ഒരു വീട്ടിൽ 9 റൂമുണ്ടാക്കിയിട്ട് അയാൾ വിചാരിച്ചു മക്കളൊക്കെ കൊന്നാൽ ഒന്നിച്ച് താമസിക്കുക. പക്ഷെ മക്കളൊക്കെ ഉണ്ട്, എത്ര അറിയില്ല, നല്ലോണം 2-3 നല്ല മക്കളുള്ള ഒരു അച്ഛനാണ്, ധാരാളം പൈസയുണ്ട്. അവസാനം ഒരു മകനും അമേരിക്കയിൽ അവിടെയും ഇവിടെയൊക്കെയാണ്, ആരും വരണമില്ല, ആരും താമസിക്കണമില്ല. താൻ ഒറ്റയ്ക്ക് ഈ 9 മുറി ഉള്ള വീട്ടിൽ ഭാര്യയായിട്ട് വയസ്സുകാലത്ത് കഴിഞ്ഞുകൂടാൻ വയ്യെങ്കിൽ അവരുടെ കൂടെ പോവും വേണം. അവസാനം ഇതൊക്കെ ഒരു ട്രസ്റ്റിന് കൊടുത്തു ഇത്ര ഈ വീട്. ഇത്രയും വലിയ വീട് സാധാരണക്കാർ വാങ്ങില്ല, കാരണം അതിനനുസരിച്ച് വില കൊടുക്കണം. 9 റൂമുള്ളൊരു വീട് കിട്ടണമെങ്കിൽ എത്ര വില കൊടുക്കേണ്ടി വരും? 1 കോടിക്കാവില്ലയോ? ആർക്കും വേണോ ചോദിച്ചു വില കൊടുത്തിട്ട് വാങ്ങാനും ഇല്ല. ഒരു ട്രസ്റ്റിന് അദ്ദേഹം അത് നടത്താൻ വേണ്ടി കൊടുത്തൊരു അനുഭവം ഉണ്ട് ഒരു സ്ഥലത്ത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ മാതിരി വിഡ്ഢിത്തങ്ങൾ നമ്മൾ വീട്ടിൽ കാശ് ഇറക്കരുത്. വേണ്ടത് മാത്രമേ വേണ്ടൂ എന്ന് പാമ്പ് എത്ര സുഖമായിട്ട് സഞ്ചരിക്കണം. വീട് നേരെയാക്കണ്ട, ടൈൽസ് ഒട്ടിക്കണ്ട, അവിടെ നേരെയാക്കണ്ട, ഇവിടെ നേരെയാക്കണ്ട, എക്സ്റ്റൻഷൻ വേണ്ട. അതുപോലെ ഇതിൻ്റെ പിന്നാലെ വല്ലാതെ പാച്ചിൽ നമ്മുടെ മനസ്വസ്ഥത കെടുത്തും എന്ന കാര്യം പാമ്പിനെ നോക്കി പഠിക്കാം. അടുത്തത് 8 കാലി. 8 കാലി അതിൻ്റെ ഉദരത്തിൽ നിന്നാണത്രേ നൂലുണ്ടാക്കിയിട്ട് വല വിരിച്ചിരിക്കുക. ഈ നൂല് അതിൻ്റെ ഉദരത്തിൽ നിന്ന് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഊർണനാഭി എന്നതിന് പേര് വരുന്നത്. ഊർണം എന്ന് പറഞ്ഞാൽ നൂല്, നാഭി എന്ന് പറഞ്ഞാൽ നാഭിയിൽ നിന്ന് നൂലുണ്ടാക്കുകയാണ്. ഉദരം നാഭി ഏകദേശം ഒന്ന് തന്നെയാണല്ലോ. ഊർണനാഭി, ഉദരത്തിൽ നിന്ന് നൂലുണ്ടാക്കുന്നത് എന്നർത്ഥം. അപ്പോൾ വലയൊക്കെ വിരിച്ച് അവിടെ ഇരിക്കുന്നുണ്ടാ നമുക്ക് തോന്നുന്നത് അവിടെ സ്ഥിരതാമസക്കാരനാണെന്ന്. കുറച്ച് കഴിഞ്ഞാൽ അത് ആ നൂല് മുഴുവൻ അതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് വേറൊരുത്തിയിലിരിക്കത്രേ. എവിടെ ഈ പ്രാണികളൊക്കെ കിട്ടുക വെച്ചാൽ അവിടെ അതിൻ്റെ സ്ഥിരവാസമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നൂലുണ്ടാക്കി അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ സംഹരിക്കുന്നത് പോലെ അതിനെ കാണുമ്പോൾ സൃഷ്ടികർത്താവായിട്ടുള്ള ഭഗവാനെ ഒന്ന് ഓർക്കുക. ഇങ്ങനെ തന്നെയാണ് ഭഗവാൻ തൻ്റെ ഉള്ളിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതും ലയകാലം വരുമ്പോൾ ഉള്ളിലേക്ക് ആക്കുന്നതും. ഒരു 8 കാലിയിൽ നിന്ന് എത്ര വലിയ തത്വം പഠിച്ചത് ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ സൃഷ്ടിത്തിരി സംഭാരങ്ങളിൽ എത്തിക്കഴിഞ്ഞു 8 കാലിയെ കണ്ടിട്ട്. അപ്പോൾ ഓരോ സൂക്ഷ്മ നിരീക്ഷണത്തിൽ നിന്നും ഈ പ്രപഞ്ചത്തിൽ സർവത്തിൽ നിന്നും നമുക്ക് എന്ത് പഠിക്കാം? ആത്മതത്വത്തെ ഗ്രഹിക്കാം. ഇനി അവസാനത്തെയാണ് സുപേശകൃത്ത്, വേട്ടാളൻ. വേട്ടാളൻ മറ്റ് പുഴുക്കളെ, മറ്റ് ശലഭത്തിൻ്റെ പുഴുക്കളെ കൊണ്ടുവന്ന് തൻ്റെ സന്തതിയാക്കും. അതിനായിട്ട് സന്തതി ഇല്ല എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ശബ്ദം, ഇതിൻ്റെ ഈ ഭാവം
കണ്ട് 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 ഈ കുട്ടി പുഴു വേറൊന്നും ചിന്തിക്കുന്നില്ല. ഈ വേട്ടാളൻ എന്നൊരു ചിന്ത മാത്രമേ അതിനുള്ളൂ. അങ്ങനെ അത് അതിൻ്റെ കുട്ടിയായി മാറും. ഇതുപോലെ ഏതൊന്നിനെ നമ്മൾ നിരന്തരം ചിന്തിക്കുന്നുണ്ടോ അതായിട്ട് നമ്മൾ ഭവിക്കും. വിഷയങ്ങളെ ചിന്തിക്കുന്ന വിഷയിയായിട്ട് മാറുന്നു. ഭഗവാനെ ചിന്തിക്കാൻ ഭഗവത് ഭാവത്തിലേക്ക് ഉയരുന്നു. മനസ്സ് ഏതൊന്നിനെ ചിന്തിക്കുന്നുവോ അല്ലേ, ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതൊക്കെ അവനെന്ന് തോന്നും. ഒരു സാധാരണ ചൊല്ല് നമ്മൾ പറയാറുണ്ട്. അപ്പം മനസ്സ് ഏതിനെ ഇപ്പം കഴിയുന്ന സച്ചിന്തകൾ വളർത്തുക, ഈശ്വര ചിന്ത മനസ്സിലുണ്ടാവുക. വിഷയങ്ങൾ, പക, അമ്മുത്തല്ല്, ഏഷണി, വേറൊരാളെക്കുറിച്ചുള്ള പരദൂഷണം ഇത് മനസ്സിൽ വളർത്താൽ മതി. ഭഗവാന് സ്ഥാനം കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ കുറേ കഴിയുമ്പോൾ ഈശ്വരഭാവത്തിലേക്ക് ഉയരാനും മരണശേഷം മോക്ഷത്തിലേക്ക് എത്താനും നമുക്ക് സാധിക്കും. ഈ ശരീരവും ഒരു ഗുരുവാണ്. കാരണം ഇതൊരിക്കലും നമുക്ക് സ്വസ്ഥതയെ തരില്ല. കണ്ടില്ലേ ഇപ്പോൾ ക്ഷമ വരണം, ഒന്നല്ലെങ്കിൽ ഒന്ന് ഈ ശരീരം നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സുഖം കിട്ടാൻ എന്താണോ വേണ്ടത്? ശരീരത്തിൽ നിന്ന് ശാശ്വതമായിട്ട് രക്ഷപ്പെടുക. ഈശ്വരനെ തന്നെ ചിന്തിച്ചുകൊണ്ട് മരണം ഉണ്ടാവുക, പിന്നെ ജനിക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണ്ട? ശരീരവും ശരീരപ്രകാരമുള്ള ദുഃഖവും ഉണ്ടാവില്ല എന്ന്. ശരീരവും എനിക്കൊരു ഗുരുവായി എന്ന് പറഞ്ഞ് 24 തത്വങ്ങൾ ഗുരുക്കന്മാരും 25ാമത്തെ ആത്മാവ് 25ാമത്തെ ശരീരമായിട്ട് ഇവിടെ പറഞ്ഞു. അങ്ങനെ ആ അവധൂതനിൽ നിന്ന് കേട്ട് യദുരാജ ഉദ്ധവ സമചിത്തോ ബഭൂവ, സമചിത്തനായി. നമുക്കും ഇങ്ങനെയൊക്കെ കേട്ടിട്ട് സമചിത്തത ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാം. അങ്ങനെ 24 ഗുരുക്കന്മാർ എന്ന പ്രമേയം അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത വിഷയം അടുത്ത ഭാഗത്തിൽ കായേന വാചാ മനസേന്ദ്രിയർവാബ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.